പാരിസ്ഥിതിക പഠനം നടത്തുന്നതാണ് ഈ കോറിയിലാണ് അനുവദിക്കാൻ പോകുന്നത്. അതുപോലെ അക്കോളത്തിൽ കോറിയിലാണ് പോകും. അതുപോലെ കണ്ണങ്കോട് പറഞ്ഞ കോറിയിലാണ് പോകും. ഈ കണ്ണപ്പാടി പഞ്ചായത്ത് കോറിയിൽ വ്യാപകമായി അനുവദിക്കുന്നു. അതിൻ്റെ ഒരു പാരിസ്ഥിതിക പഠനം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാളെ ഒരു കവളപ്പാറയോ ബുദ്ധിമുട്ടായി മാറും. അതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സെക്രട്ടറി 5 NOC 5 ഡിപ്പാർട്ട്മെന്റ് NOC ഈ 5 NOC ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്താലേ പറ്റുള്ളൂ. ഈ 5 NOC കൊണ്ടാണ് ഇവർ വരുന്നത്. എൻ്റെ അടുത്തിപ്പം ഈ പറയുന്ന കണ്ണമ്പാറയിലെ ആൾക്കാർ വന്നിട്ടില്ല. അതുപോലെ തന്നെ അവിടെ നിന്നും കണ്ണമ്പാറയില്ല കണ്ണങ്കോട് അത് കണ്ണമ്പാറ ആൾക്കാർ വന്നിട്ടില്ല. അത് ഇതുവരെയും നമുക്ക് അജണ്ട വെച്ചു. അജണ്ട വെച്ചത് പാസ്സാക്കിയില്ല. അത് കണ്ടെന്ന് വെച്ചു. ഇല്ല അതെടുത്തുണ്ടാകുന്ന കമ്മിറ്റി തീരുമാനിച്ചു. മേടയില് പാറ പൊട്ടിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തും അനുമതി കൊടുക്കാതെ പഠിക്കത്തില്ല. നമുക്കൊരു എന്നിട്ട് കേൾക്കണം. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അവിടെ വാർഡ് മെമ്പറും അടക്കം ഞങ്ങളുടെ പണിയിൽ കനവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിനിധീകരിക്കാൻ പോകുന്ന പോസ്റ്റൊക്കെ ഇടുന്നത്. അപ്പൊ അത് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ അധിക്ഷേപിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും അറിയാതെ അങ്ങനെ പാറ പൊട്ടിക്കുന്നത് അവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേ ചെയ്തായിരുന്നു. പിന്നെ കളക്ടർ വരാനുള്ള മറ്റൊരു കാര്യമുണ്ടെന്ന് അങ്ങനെയല്ല. ബിൽഡിംഗ് പെർമിറ്റിന് അത് താഴെ പല ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ പല അവിടെ കെട്ടിടം കണ്ടിട്ടുണ്ട്. പറയട്ടെ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. അവിടെ ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ തന്നാൽ അത് സ്വീകരിക്കുകയും അത് എല്ലാ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് പരിശോധിച്ചിട്ട് അവിടെ കെട്ടിടം കെട്ടുന്നതെങ്കിൽ എന്തൊക്കെ ആവശ്യമുള്ള കാര്യം പറഞ്ഞിട്ട് അവർ നമുക്ക് റിപ്പോർട്ട് തരും. അത് പ്രകാരം വാങ്ങിയിട്ടാണ് അവരുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുള്ള ജോലിയല്ല, അത് സെക്രട്ടറിയുടെ ജോലിയാണ്. സെക്രട്ടറിയുടെ എയുടെ ജോലിയാണ്. അതല്ല അതിന്റെ പറഞ്ഞ അത് എൻ്റെ കയ്യിലും എയുടെ കയ്യിലും നിക്ഷിപ്തമായിട്ടുള്ള ജോലിയാണ്. ഒരാൾ കെട്ടിടം കെട്ടാൻ അനുമതി തന്നു കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെന്റും ഉണ്ടെങ്കിൽ സൈറ്റ് പരിശോധിച്ചിട്ട് സൈറ്റിൽ എന്താണ് ആവശ്യം അത് ചെയ്യും. പിന്നെ പാറ ഉള്ള ഭൂമിയാണെങ്കിൽ ആ പാറ പൊട്ടിക്കണം ജിയോളജിയുടെ പെർമിഷൻ വേണം. അപ്പം അവർ ജിയോളജിയിൽ പോയി ജിയോളജി അവിടെ നമ്മൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും അവർ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരം പൊട്ടിച്ചത്. സംവിധാനം മോളിൽ നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു പാറ നിൽക്കുകയാണ്. ഈ പാറയുടെ അടിയിൽ കിടക്കുന്ന മണ്ണും ബാക്കിയുള്ള പാറകളും പൊട്ടിച്ച് മാറ്റുമ്പോൾ അതിന് മുകളിലുള്ള ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളും മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന രൂപത്തിലുള്ള പ്രളയ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുത്തൊഴുക്കും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം താഴെ പോരും. ജനങ്ങളെ മുല്ലപ്പെരിയാർ രാവിലെ വേണ്ടി ഇവിടെ കിടന്ന ആൾക്കാരോടൊന്നും നിരന്തരം കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇടായിപ്പാറ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. സാർ സീരിയസ് എടുത്ത് എന്നിട്ട് അവര് തന്നെയാണ് പറയുന്നത് ഈ പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് കമ്മിറ്റി വെക്കേണ്ട കാര്യങ്ങളാണ്. സാർ അനുമതി കൊടുത്തെങ്കിലും ഈ കാര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യണം. എങ്ങനെ പാറ പൊട്ടിക്കുന്നുണ്ട് അത് ചെറിയ പ്രശ്നമാണ്. അത് കടങ്ങൾ തിരിച്ചു കിടക്കുന്ന കാര്യങ്ങളല്ലേ. എന്റെ ഒഫീഷ്യൽ കാര്യം പറയാൻ പറ്റുന്നത് ഞാനത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അവർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള പണിയായി സംഭവിക്കത്തില്ല. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പൊ പാറപ്പൊടി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഇത് കലാകാരത്തിൽ 5 ഡിപ്പാർട്ട്മെന്റിന്റെ NOC എടുത്ത് എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ കഴിയത്തുള്ളൂ. പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കി ഒരു കൊടുക്കണ്ടേ? നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ പറയട്ടെ ഇവിടെ കലയമംഗലത്തിന്റെ പാരിസ്ഥിതിക പഞ്ചായത്ത് കമ്മിറ്റി ആഘാതം ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് പഞ്ചായത്ത് ഞാൻ സംസാരിച്ചില്ല. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇപ്പോൾ ലൈസൻസ് കൊടുക്കാനുള്ള അധികാരമെല്ലാം ഉത്തരവുകാരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി എന്നുള്ള വാക്ക് തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിക്ക് അത് നിയന്ത്രിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. നിയമ വിധേയമായിട്ട് പ്രവർത്തിക്കാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് അതും